നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 8 ചൊവ്വാഴ്ചയാണ്. ഇന്നലെ ക്ലോസ് ചെയ്ത ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ ശക്തമായ വിൽപ്പന സമ്മർദ്ദമായിരുന്നു ഇന്നലെയും ഇന്ത്യൻ വിപണി നേരിട്ടത്. ട്രംപിന്റെ താരിഫ് നയങ്ങൾ തന്നെയായിരുന്നു ഇതിന് കാരണമായത്. നാളെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് നടക്കാനിരിക്കുന്നത്. ഒരു റേറ്റ് കട്ട് കൂടി ഉണ്ടാകും എന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് ഉള്ളത്. ഏതായാലും അത് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് വന്നാൽ വാൾ സ്ട്രീറ്റിലെ ഫിയർ ഗേജ് S&P വിക്സ് 8 മാസത്തെ ഉയർന്ന നിലയിലെത്തി. ഇന്നലെ ഇൻഡെക്സുകൾ ഒരു മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. കൂടുതലും സ്റ്റോക്കുകൾ ഇന്നലെ ഇടിവിൽ തന്നെയായിരുന്നു. ചൈന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും 90 ദിവസത്തെ താരിഫ് ഇളവ് നൽകുന്നതിനെ കുറിച്ച് പ്രസിഡന്റ് ട്രംപ് ആലോചിക്കുന്നു എന്ന വാർത്ത വന്നതോടെയാണ് ഇന്നലെ US വിപണിയിൽ ഒരു ചെറിയ റിക്കവറി കണ്ടത്. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിൽ S&P 500ൽ ആദ്യ 2 ദിവസം കൊണ്ട് മാത്രം $5 ട്രില്യൺ മാർക്കറ്റ് വാല്യൂ ആണ് വൈപ്പ് ഔട്ട് ആയത്. ഈ ആഴ്ച ഇന്ത്യൻ വിപണിയെ പോലെ തന്നെ US വിപണിക്കും അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. കാരണം കൺസ്യൂമർ പ്രൈസ് ഡാറ്റയും എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സും ഫെഡറൽ റിസർവ് ഒഫീഷ്യൽസിന്റെ ധാരാളം സ്പീച്ചുകളും പുറത്തു വരാനുണ്ട്. ഇതിലൊക്കെ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായി കാത്തിരിക്കുന്നത് അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകളിൽ ഒരു റിസഷന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ച് തന്നെയായിരിക്കും. ഇനി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇൻഫോസിസ് 1.2% ഉയർന്നു. വിപ്രോ 2% നേട്ടമുണ്ടാക്കി. ICICI ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ HDFC ബാങ്ക് 1.73% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി 1.78% ഉയർന്നു. ഇനി ഗോൾഡ് പ്രൈസുകൾ തിങ്കളാഴ്ച 2% നഷ്ടമുണ്ടാക്കി. ഇപ്പോൾ കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 66,280 രൂപയാണ്. ഓയിൽ പ്രൈസുകൾ നമ്മൾ ഇവിടെ ഓയിൽ സെഗ്മെന്റിൽ പറയുന്നുണ്ട്, 2% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഇനി ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം കൂടി നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ട്രംപിന്റെ താരിഫുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. 2025 ഏപ്രിൽ 8 ചൈന US ഉൽപ്പന്നങ്ങൾക്ക് 34% പ്രതികാര തീരുവ പിൻവലിച്ചില്ലെങ്കിൽ ചൈനയ്ക്കെതിരെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 50% അധിക തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി. ഫെന്റിനൈൽ കടത്തുമായി ബന്ധപ്പെട്ട് ഇതിനകം പ്രഖ്യാപിച്ച 34% തീരുവയ്ക്കും 20% ലെവിക്കും പുറമെയായിരിക്കും ഈ 50%ന്റെ പുതിയ അധിക തീരുവ വരുന്നത്. ചൈനീസ് എംബസിയിൽ നിന്ന് ഇതുവരെ ഒരു മറുപടിയും വന്നിട്ടില്ല. ഇതുകൂടാതെ പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ചൈനയുമായുള്ള എല്ലാ ചർച്ചകളും അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. പകരം മറ്റ് രാജ്യങ്ങളുമായി ചർച്ച ആരംഭിക്കാൻ അദ്ദേഹം പദ്ധതിയിടുന്നു. യൂറോപ്യൻ യൂണിയന്റെ ഒരു പ്രതികരണം വന്നത് അടുത്ത ആഴ്ച US ഉൽപ്പന്നങ്ങൾക്ക് പ്രതിവാര തീരുവ ചുമത്താൻ യൂറോപ്യൻ യൂണിയൻ പദ്ധതിയിടുന്നു. പക്ഷേ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് ഒരു സീറോ താരിഫ് കരാറാണ് ചർച്ച നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ് എന്നത് വളരെയേറെ ഇന്നത്തെ മാർക്കറ്റിന് പ്രതീക്ഷ നൽകുന്നതാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ബജാജ് ഹെൽത്ത് കെയർ GenRx ഫാർമസ്യൂട്ടിക്കൽസിനെ വാങ്ങുന്നതിന് ഒരു കരാറിൽ കമ്പനി ഒപ്പിട്ടു. 10.85 കോടി രൂപയുടേതാണ് ഇടപാട്. ഇതോടെ GenRx ഫാർമസ്യൂട്ടിക്കൽസിന്റെ പൂർണ്ണ നിയന്ത്രണം ബജാജ് ഹെൽത്ത് കെയർ ഏറ്റെടുക്കും. അടുത്തത് സിപ്ലയാണ്. Q4 റിസൾട്ടുകൾ പരിഗണിക്കുന്നതിനായി മെയ് 13 ബോർഡ് യോഗം ചേരും. അടുത്തത് വിപ്രോ. Q4 റിസൾട്ടുകൾ പരിഗണിക്കുന്നതിനായി ഏപ്രിൽ 16 ബോർഡ് യോഗം ചേരും. ഇന്നത്തെ ചില Q4 അപ്ഡേറ്റുകളിലേക്കാണ്. സ്റ്റാൻഡ് അലോൺ ബിസിനസ്സിൽ ഇയർ ഓൺ ഇയറിൽ 25% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. ജ്വല്ലറി ബിസിനസ്സിൽ 24% വർധനവും രേഖപ്പെടുത്തിയിരിക്കുന്നു. വാച്ചസ് ആൻഡ് വിയറബിൾ സെഗ്മെന്റിൽ 20% വർധനവ് രേഖപ്പെടുത്തി. ഐ കെയർ ഡിവിഷനിൽ 18% വർധനവും കമ്പനി രേഖപ്പെടുത്തി. മറ്റൊരു കമ്പനി ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസുമായി 2210 കോടി രൂപയുടെ പുതിയ ഒരു കരാറിൽ കമ്പനി ഒപ്പിട്ടു. അടുത്തത് KPI ഗ്രീൻ എനർജി എന്ന കമ്പനിയാണ്. 66.20 മെഗാവാട്ട് ഹൈബ്രിഡ് പവർ പ്രൊജക്ടിനായുള്ള സായ് ബന്ധൻ ഇൻഫിയത്തിന്റെ ഓർഡർ കമ്പനി റദ്ദാക്കി. ഓർഡർ ലഭിച്ചതിന് ശേഷം പദ്ധതി ആവശ്യകതകൾ മാറിയതാണ് ഈ റദ്ദാക്കാനുള്ള കാരണമായത്. അടുത്തത് IL&FS എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന കമ്പനി 2025 മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള 2628.15 കോടി രൂപയുടെ വായ്പയുടെ തിരിച്ചടവിൽ കമ്പനി വീഴ്ച വരുത്തുന്നു. ഇനി എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മളെല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. ചാനലിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ വ്യൂസ്, അതുപോലെ അതിൻ്റെ അപ്ഡേറ്റുകൾ, ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.
വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഒരു സർപ്രൈസ് ആയിട്ടുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കണ്ട് ആ സർപ്രൈസ് എന്താണെന്ന് മനസ്സിലാക്കുക. അടുത്തത് ലെമൺ ട്രീ ഹോട്ടൽസ് ആണ്. ഡാർജിലിംഗിലെ വെസ്റ്റ് ബംഗാളിൽ പുതിയ ഒരു ഹോട്ടൽ പ്രോപ്പർട്ടി വാങ്ങുന്നതിനുള്ള കരാറിൽ ലെമൺ ട്രീ ഹോട്ടൽസ് സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബിർള സോഫ്റ്റ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ് എന്നിവയാണ്. FID ആക്ടിവിറ്റിയിലേക്ക്. ഇന്നലെ FISന്റെ കനത്ത സെല്ലിംഗ് തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. 9,040 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. എന്നാൽ DIS 12,122 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്തത്. വളരെ ശക്തമായിട്ടുള്ള ബൈയിങ് തന്നെയായിരുന്നു DISന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ചൈനയ്ക്കെതിരെ 50% അധിക തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതും ട്രംപിന്റെ താരിഫ് ഭീഷണിയെ ശക്തമായി എതിർക്കുന്നുവെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം പറഞ്ഞതുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഏഷ്യൻ വിപണിയിൽ വരുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ശക്തമായൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് ജപ്പാൻ മാർക്കറ്റ് നിക്കിയാണ്. 5.54% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സിംഗപ്പൂർ മാർക്കറ്റ് 0.26% നേട്ടത്തിലും കോസ്പി മാർക്കറ്റ് 1% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 22,653 എന്ന നിലയിലാണ്. 333 പോയിന്റ്സ് അപ്സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നിഫ്റ്റിയിൽ ഏകദേശം 380 മുതൽ 400 പോയിന്റ്സിന്റെ ഒരു ഗ്രാൻഡ് ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് നമുക്ക് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ട്രംപിന്റെ താരിഫ് നയങ്ങളിൽ ഓയിൽ പ്രൈസുകൾ ഏകദേശം 2% ഇടിവാണ് തിങ്കളാഴ്ച ഉണ്ടാക്കിയത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $64.58 പെർ ബാരൽ എന്ന നിലയിൽ 0.22% നേട്ടത്തിലാണ്. WTI ഉള്ളത് $61.19 പെർ ബാരൽ എന്ന നിലയിൽ 0.87% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയൊരു ഫോളാണ് കണ്ടത്. നിഫ്റ്റി ഫോളിംഗ് വെഡ്ജ് പാറ്റേണിൽ നിന്നും ഡൗൺ ആയി. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട സോണായിട്ടുള്ള ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു 21,700 സോണിൽ നിന്നും നിഫ്റ്റിക്ക് ഒരു പുൾ ബാക്ക് ലഭിച്ചിരുന്നു. ഇനി നിഫ്റ്റിയിലെ ആ ഏറ്റവും പ്രധാനപ്പെട്ട സോൺ ഒന്നുകൂടി പറയാം. 21,600 മുതൽ 21,980 വരെയുള്ള ആ ഒരു പ്രധാനപ്പെട്ട സോണിൽ നിന്നുമാണ് നിഫ്റ്റിക്ക് ഇന്നലെ പുൾ ബാക്ക് ലഭിച്ചത്. നിഫ്റ്റി 21,749 എന്ന ലോ ആണ് ഇന്നലെ ടച്ച് ചെയ്തത്. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 22,161 742 പോയിന്റ്സ് ഉയർന്നാണ്. നെഗറ്റീവിൽ ക്ലോസ് ചെയ്തെങ്കിലും ഒരു പോസിറ്റീവ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ ഇന്നലെ ഫോം ആയത്. ഒരു ശുഭസൂചന തന്നെയാണത്. ഇനി 22,000 മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെച്ചു എന്നതും മറ്റൊരു പോസിറ്റിവിറ്റി ആയിട്ട് നമുക്ക് കാണാം. കൂടാതെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഡൗൺ സൈഡിൽ 100 വീക്ക് EMA പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ടെന്ന്. അത്തരത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ആ ഒരു സോണിൽ കൃത്യമായി തന്നെ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. അതിന് ചെറിയ ഒരു അപ്പർ സൈഡിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡൗൺ സൈഡിൽ ഇനി 21,750 മുതൽ 21,800 വരെയുള്ള സോൺ വളരെ ക്രൂഷ്യലായിരിക്കും. ഇതുകൂടാതെ വലിയ ഒരു ഗ്യാപ്പാണ് ഇന്നലെ ഫോം ആയിരിക്കുന്നത്. കൂടാതെ അപ്സൈഡിലെ ഫോളിംഗ് വെഡ്ജ് പാറ്റേണിന്റെ അപ്പർ സൈഡ് ഉള്ളത് 22,350 മുതൽ 22,370 വരെയുള്ള ആ ഒരു ലെവലിനിടയിലായിരിക്കും. അപ്പോൾ ആ ഒരു ലെവൽ നമ്മൾ മുഖ്യമായി തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. 22,200 സ്ട്രൈക്കിൽ 23% ഇടിവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് അൺവൈൻഡിങ് ആണ്. ഇനി കോൾ സൈഡിൽ 19,327% വർധനവ് കാണാം. വലിയൊരു ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ്. 22,150 സ്ട്രൈക്കിൽ 36% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 1,39,442% വർധനവ്, വളരെ വളരെ ശക്തമായിട്ടുള്ള ഷോർട്ട് ബിൽഡപ്പ്. 22,250 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ വെറും 6% വർധനവ്, ചെറിയ ഒരു ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 8,753% വളരെ ശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. എല്ലാ സ്ട്രൈക്കുകളിലും കോൾ സൈഡിൻ്റെ ഒരു മുൻതൂക്കമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ശക്തമായി തന്നെ നിൽക്കുന്നു എന്ന് കാണാം. കൂടുതൽ ഓപ്പൺ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രൈക്ക് കാണാൻ കഴിയുന്നത് 22,500-ലാണ്. അതിനുശേഷം പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രൈക്ക് 22,000-മാണ്. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,000-ഉമാണ്. ബാങ്ക് നിഫ്റ്റി 49,860-ൽ 1,642 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയും ഇതോടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്നലത്തെ ക്യാൻഡിൽ പ്രതീക്ഷ നൽകുന്നതാണ്. ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇന്നലെ ഫോം ആയിരിക്കുന്നത്. 50 EMAയ്ക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതിന് താഴെയായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഡൗൺ സൈഡിൽ 48,950 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ ആവാൻ സാധ്യതയുണ്ട്. കൂടാതെ അപ്സൈഡിൽ 50,500-ഉം പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത് 22.79 എന്ന നിലയിലാണ്.
66% അപ്സൈഡിലാണ് ക്ലോസ് ചെയ്തത്. അതായത് 10 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെയാണ് ഇന്നലെയും ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇന്നത്തെ ആ ഒരു വലിയ അനൗൺസ്മെന്റിലേക്ക് വരാം. സ്റ്റഡി നിഫ്റ്റി മലയാളം ഇത് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളോടൊത്ത് വന്നിരുന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു അവസരം ഒരുക്കുകയാണ്. NISM ഇക്വിറ്റീവ് അതുപോലെ റിസർച്ച് അനലിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ജയകൃഷ്ണ സാറിൻ്റെ ക്ലാസ്സുകൾ തന്നെയാണ് ഉണ്ടായിരിക്കുക. വളരെ ചെറിയ സൗകര്യത്തോടു കൂടി തിരുവനന്തപുരത്ത് നെട്ടയത്താണ് നമ്മൾ നമ്മുടെ ആദ്യത്തെ സെൻറ്റർ ആരംഭിക്കുന്നത്. 3000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. ഈ ഓഫ്ലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. തൊട്ടുമുകളിൽ നമ്മളിവിടെ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ആർക്കെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതുവരെ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.